ഹലോ ഗായ്സ്, അപ്പം നമ്മൾ പെരുന്നാൾ തലേന്നായിട്ട് ഇവിടെ മൈലാഞ്ചി ഇടൽ ചടങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഷിബിയും ഫാത്തിമയും കൂടി. ഫാത്തിമൻ്റെ മുഖം കാണിച്ചു കൊടുക്ക്, ഉറക്കം വന്നാണ്. ഇപ്പം സമയം എത്രയായി? 12:36. സമയം ഗായ്സ് 12:36. ഈ ഡിസൈൻ ഇടുന്നത് സായി സൈഡായി തോന്നുന്നുണ്ട്. രംഗണ്ണൻ പബ്ജിയാണ് ഫുൾ ടൈം. ക്യാരക്ടർ ഇട്ടിട്ടില്ല. ചെക്കന്മാരോടൊക്കെ ഇപ്പൊ എടാ മോനെ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കലെന്ന് പറയണത്. വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇതെപ്പ തീരും? എടാ മോനെ എണീക്കടാ സായിയെ. ഡാ അഭിനയാണല്ലേ? ഓ ഇതിനാണല്ലേ പിഞ്ഞെടുക്കാൻ പറഞ്ഞ ഒന്നും കൂടി കെടുക്കണ പോലെ അഭിനയിക്കാൻ വേണ്ടിട്ട് അവനൊന്നും കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. ഗായ്സ് കണ്ടാ എന്താ ഒരു അഭിനയം. ഞാൻ നാളത്തെ ഔട്ട്ഫിറ്റ് പൊളിക്കും തോന്നുന്നു. മുടിയൊന്നും വെട്ടണ്ടല്ലോ അല്ലേ ഷിബിയ? ഞാൻ ലുക്കല്ലേ? ഇത് ചെയ്താൽ മതി. ഓ എനിക്ക് ചെയ്യാനും പറ്റില്ലല്ലോ അല്ലേ? ഇല്ലല്ലോ, സോറി. നമ്മളെല്ലാവരും അടണ്ടലെന്ന് എന്തൊക്കെയായിരുന്നു സ്പെഷ്യല്? അട. ഞങ്ങൾ അട കഴിച്ചു. പിന്നെന്താ കഴിച്ചേ? എനിക്കെന്താ പട്ടിന്റെ കിഡ്നിയാണ് വെച്ചിങ്ങനെ. ഇത് അവിടെ നിന്ന് വ്ളോഗിൽ കൂട്ടാഞ്ഞിട്ട് കരയുണ്ട് ഗൈസ്. ഫാത്തിമ എന്തോ ഉണ്ടാത്ത ഉറക്കം വരുന്നുണ്ട്. എല്ലാ സംസാരിക്കാൻ കിട്ടാഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് നോക്കാം, നോക്കിക്കേ. ഒന്ന് സംസാരിച്ചേ, നോക്കട്ടെ. ആ എന്നിട്ട് ഗായ്സ് വ്ളോഗിൽ ഒരാൾ കൂടി വന്നാണ്. ഇതാരാ നോക്ക് പാത്തു? നമുക്ക് എടുക്കണില്ലേ ഗായ്സ്? ഷിബിക്ക് ഉറക്കം വരുന്നുണ്ടോ ഷിബി? അപ്പോ മൈലാഞ്ചി ഇട്ടിട്ടൊന്ന് വേഗം കിടന്നുറങ്ങല്ലേ? ബാക്കി നാളെ കാണിക്കാം അല്ലേ? ഇസുവിന് ഫാന് കാണിച്ച് നമ്മള് പറ്റിച്ചു. അവിടെ ഭയങ്കര അലമ്പുള്ള ആളത്ത് നോക്കണില്ലേ? പറ്റിച്ചില്ല, എന്നെ പറ്റിച്ചടാ നിങ്ങള്. ഫാൻ നോക്കണോ? അവനെ പറ്റിച്ചെന്ന് അന്നല്ല, മാമനെ പറ്റിച്ച്. അവനെ ആ പൊട്ടനെ എന്നെ പറ്റിച്ചിട്ടില്ല. അസ്സലാമലൈക്കും. ഈദ് മുബാറക്. എന്താണ് ഷിബിന്റെ ഔട്ട്ഫിറ്റാ? എന്താണ് ഷിബിന്റെ പെരുന്നാൾ ഡ്രസ് ഗൈസ്? ഷിബിന്റെ പെരുന്നാൾ ഡ്രസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക. കിടന്നിട്ട് സായിന്റെ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് അടിക്കുക. സായി ഫാൻസ് ലൈക്ക് അടിക്കുക. ഇതാണ് സായിന്റെ ഔട്ട്ഫിറ്റ്. സായി ഫ്രീക്ക് സായി, എസ്തറ്റിക് സായി. ആരാണ് ഇതിന്റെ
ഫുള്ളല്ലോ. ഇതാരിത് പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് കിടക്കണ്. മദാമ അറബിയായി ഗൈസ്. ഇതൊരു ഹായ് പറയും എല്ലാവർക്കും. ആ ഒരു ഹായ് പറയും എല്ലാവർക്കും. ആ ആ ഷിബി ഷിബി ഇസു മഞ്ഞ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ ഗായ്സ്. വലിയ ഇത് പെരുന്നാളായിട്ട് കൊട്ടായിട്ടിരിക്കുന്നു. ഇത് പറഞ്ഞ 4 മണിക്കാണെങ്കിൽ രാവിലെ തന്നെ കുളിച്ചിട്ടില്ലേ? പിന്നെന്താ കൊട്ടായിട്ടിരിക്കുന്നു? ഇനി കൊട്ടായിട്ട പണിഷ്മെന്റ് ആണ്. എന്താ നമ്മളെ പരിപാടി? എന്താ ഇന്നത്തെ പരിപാടി? ഒരു ഉഷാറില്ലേ? ഉഷാറാക്കാൻ വേണ്ടി ബീച്ചിൽ പോയാലോ? പോവാ പോവാ ഉച്ചക്കില്ല പോവാ. നടന്നിട്ടാണെങ്കിലും പോയാ പോരാ? റെഡിയില്ലേ? എന്നാ ബസ്സിന് പോവാ. എന്നാ കാറിൽ പോവാ. അല്ലെങ്കിൽ ബൈക്കിന് പോവാ. സായിൻ ടീഷർട്ടിന് എന്ത് ഇതിങ്ങനെ ടേക്ക് ദ റിസ്ക് ഓർ ലൂസ് ദ ചാൻസ്. അത് നമുക്കുള്ള മെസ്സേജാണ് സായ ഗൈസ്. അങ്ങനെ ശരി ഇതാ അവിടെ വിളമ്പിക്കൊണ്ടിരിക്കുക. ഇനി വിളമ്പിക്കോ. സിബി ഉണ്ടാക്കിയ ബിരിയാണി നല്ല അടിപൊളി. ചിക്കൻ ബിരിയാണി ആണോ ബീഫ് ബിരിയാണി ആണോ? ചിക്കൻ ബിരിയാണി ബീഫ് വരട്ടിയത് അല്ലേ? അങ്ങനെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവാ. വാ സായി വാ. പബ്ജി സൈർ വാ, ഫുഡ് കഴിക്കാ വാ. ഉമ്മ വരി. പൂച്ച ഓടറാ ഓടറ ഓടി. അങ്ങനെ നല്ല ബിരിയാണി ചോറ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. സായി അത് ഫോളാട്ടാ. അങ്ങനെ ഞങ്ങൾ നല്ല ബിരിയാണി ചോറ് കഴിക്കാൻ പോകുന്നു ഗൈസ്. പെരുന്നാൾ ചോറ് നല്ല. ഇതെന്താ അച്ചാറ്? അമ്മ വരി. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പറയാം അല്ലേ? നല്ല വിശപ്പ്. അങ്ങനെ നമ്മളിതാ പോവാണ് അല്ലേ? 2ാം പെരുന്നാളാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ എൻ്റെ ജീവി. ഇന്നലെ നമ്മൾ കിടന്നുറങ്ങിപ്പോയല്ലേ, പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ പ്ലാന് പോസ്റ്റ്പോൺ ചെയ്ത് ഇന്ന് പോകാമെന്ന് വിചാരിച്ച്. പെരുന്നാൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ടാറ്റ ബൈ. പടിയടച്ചുണ്ടാ മതി. ഷിബിയല്ലേ പറഞ്ഞു തീരെ തിരക്കുണ്ടാവില്ലെന്ന്? ഷിബിയ കാണിച്ചു കൊടുക്കുക, തിരക്ക് കാണിച്ചു കൊടുക്കുന്നതായ തീരെ തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു ഷിബി. ഷിബി പറഞ്ഞിരുന്നത് 2ാം പെരുന്നാൾ. ഷിബി പറഞ്ഞത് 2ാം പെരുന്നാൾക്ക് വന്നാൽ മതി, തീരെ തിരക്കുണ്ടാവില്ല. ആ തിരക്കൊന്നും കാണിച്ചു പറഞ്ഞേ. തീരെ തിരക്കില്ലല്ലോ ഇവിടെ ഗൈസ്. ഇതാണ് 2ാം പെരുന്നാൾക്ക് വന്നാൽ തിരക്കുണ്ടാവില്ല എന്ന് പറഞ്ഞ ആള്. തിരക്കുണ്ടാവില്ല 2ാം പെരുന്നാൾ. സാധാരണ 1ാം പെരുന്നാളല്ലേ ഉണ്ടാവില്ലേ? അപ്പൊ ഞാൻ 2ാം പെരുന്നാൾക്ക് ഉണ്ടാവില്ല വിചാരിച്ചു മാറ്റിയിട്ട് ഇവിടെ അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ആരും തീരെ തിരക്കുണ്ടാവില്ല, അമ്മക്ക് അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞ ഇവിടുത്തെ സീനറിയും കാര്യങ്ങളൊക്കെ അടിപൊളി. കാല് കുത്താത്ത
അങ്ങോട്ട് പോവാം. അടിപൊളി പ്രകൃതി മനോഹാരിത. ഞങ്ങൾ രണ്ടാളും അവിടെ പോയി വീഡിയോ എടുക്കാം. നമുക്ക് എങ്ങോട്ട് ഇറങ്ങണ്ടേ? കായ്സ് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര തിരക്കാണെന്ന്. ഒരുപാട് ഫാമിലീസ് ഒന്നുണ്ട്. വ്യൂ നല്ല രസമുണ്ടല്ലേ? ആ തിരമാല വരുന്നൊക്കെ ആ നല്ല രസം കാണാൻ. ആ തിരമാല ഇവിടുത്തെ സീനറി അടിപൊളിയാണ്. ഇത് കണ്ട് അന്തം കുറച്ച് വരും. ഇങ്ങോട്ടോ എങ്ങനെയുണ്ട്? നൈസല്ലേ സിബിയ? വെള്ളത്തിലിട്ടാലോ? ഇന്നത്തെ ദിവസം നമ്മള് വ്ളോഗ് കാണുന്ന ഉണ്ണിയാൽ ബീച്ചിക്ക് വന്നവരൊക്കെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യാല്ലേ. അത് ഇന്നല്ലേ നമ്മള് വ്ളോഗ് ഇടല്, നാളല്ലേ? അല്ല, ഇന്ന് ഇവിടെ വന്ന് എൻജോയ് ചെയ്തിട്ടുള്ളവരൊക്കെ കമന്റ് ചെയ്യാല്ലേ. ഇന്ന് രണ്ടാം പെരുന്നാൾക്ക് ഇവിടെ ഉണ്ണിയാൽ ബീച്ച്, താന്നൂർ ഉണ്ണിയാൽ ബീച്ചിൽ വന്നവർ ഈ കാണുന്നവർ കമന്റ് ചെയ്യാ. കാഴ്ച ആരൊക്കെ വന്നെന്നുള്ള കമന്റ് ചെയ്യാം. ഈ ചെക്കൻ കളിക്കണോക്ക് സീന്. കടലിന്റെ കുട്ടിയാണ്. അതിനെന്തോ പറയില്ലേ, കടൽ മക്കൾ. ജാതി ഭംഗിയിലെ അടുത്ത്
അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.